അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഓ കേരളത്തിൽ നിന്ന് പോകുന്നത് കത്തനാരന്മാരും ഒന്നും ഇവിടെ ഇങ്ങോട്ട് കയറില്ല എന്ന് വിചാരിച്ചാൽ വന്നേക്കുന്നു അവർ വീണ്ടും. ഞാനെപ്പോഴും അത് ഓർക്കുന്നുണ്ട്. കാരണം അവരുടെ ചിന്ത വേറൊരു വിധമായിരുന്നു. അവിടെ നിന്ന് എന്തോ തരിപ്പിടിയൊക്കെ കാണിച്ചു, ചിലത് തോൽവി സംഭവിച്ചു ഇങ്ങോട്ട് വന്നവരാണ്. അപ്പോൾ അവർക്ക് ഒത്തിരി കഥകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ തലയിലേക്കൊരു ആശയം വന്നത് റബ്ബർ കൊണ്ടുവരിക. അങ്ങനെ പത്തനംതിട്ട വരെ പോയി നമ്മുടെ ജീപ്പ്. അതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആദ്യത്തെ റബ്ബർ പരിപാടിയല്ലേ. അപ്പോൾ ആ സ്റ്റേഷൻ അവിടെ എങ്ങും റബ്ബറില്ല. അങ്ങനെ ആ റബ്ബർ ഞങ്ങൾ പതുക്കെ വണ്ടിയിലാക്കി കൊണ്ടുവന്നു. 1000 ചില്ലാൻ റബ്ബർ ആകി നമ്മുടെ കിണറ്റിൻ്റെ അടുത്ത്. അപ്പോൾ 72 അടിയിൽ നിന്ന് വെള്ളം കയറിയിട്ട് വേണം ഈ റബ്ബറത്തെ നനയ്ക്കാൻ. അപ്പോഴേക്കും ഞങ്ങൾ കുഴി നടത്തി ഗ്രാമക്കാരെ വിളിച്ചു. അവർക്കൊരു കുഴിക്കിത്ര എന്നൊക്കെ വെച്ച് കൊടുത്തു. റബ്ബർ വയ്ക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വേറെ ബുദ്ധി ചെയ്തു. ഇത് കല്ല റബ്ബർ കല്ല. അപ്പോൾ അതിനടുത്താണ് ഈ എന്താണ് പറയുന്നത് കാട്. ജീപ്പിൻ്റെ പുറകിലൊക്കെ കിട്ടുന്ന അത് അല്ല, അത് അങ്ങനെ ആട്ടി മണ്ണിറക്കും. ഞങ്ങൾ വലിക്കും 10 കുഴി അടയ്ക്കും. എന്നിട്ട് അപ്പോഴേക്കും പണിക്കാരുണ്ട്, അവരെല്ലാം അത് നടക്കും. അങ്ങനെ ആ മണ്ണിലാണ് ഈ റബ്ബർ വെച്ചത്. അത് നന്നായിട്ടാണ്